അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറന്നേക്കരുത്. അച്ഛാ, അച്ഛൻ എന്തായി പറയുന്നത്? കാശിയുടെ സ്വരം ഉയർന്നു. അവൻ്റെ നെറ്റിയിലൂടെ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അവൻ വെപ്രാളത്തോടെ ചുറ്റും നോക്കി. കല്യാണ പന്തലിൽ ഉണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകൾ തങ്ങൾക്ക് ചുറ്റും കൂടിയിരിക്കുകയാണ്. ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്നു. അവരുടെ എല്ലാം നോട്ടം ഇപ്പോൾ തന്നിലേക്ക് മാത്രമാണെന്ന് കാശി കണ്ടു. ചിലരുടെ കണ്ണുകളിൽ സഹതാപം, മറ്റു ചിലരിൽ ജിജ്ഞാസ, വേറെ ചിലരാകട്ടെ അടുത്ത രംഗം കാണാനുള്ള ആകാംക്ഷയിലുമാണ്. എന്നാൽ ആ നോട്ടങ്ങളെക്കാളെല്ലാം ഇപ്പോൾ കാശി ഭയക്കുന്നത് തൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആ അച്ഛൻ്റെയും മോളുടെയും കണ്ണുകളെയാണ്. ദിനേശൻ അങ്കിളിൻ്റെ മുഖത്ത് സർവ്വതും നഷ്ടപ്പെട്ടവൻ്റെ ഭാവമായിരുന്നു. ആര്യാകട്ടെ കരഞ്ഞി കലങ്ങിയ കണ്ണുകളോടെ ആകെ തകർന്നു തരിപ്പണമായി ഒരു ജീവനറ്റ പ്രതിമയെ പോലെ നിൽപ്പാണ്. അവരുടെ കണ്ണുകളിൽ ആ നിസ്സഹായ അവസ്ഥ അവന് വല്ലാതെ വീർപ്പുമുട്ടിക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം നേരിടാൻ കഴിയാതെ കാശി വിറച്ചു. പക്ഷേ താൻ ഇപ്പോൾ വന്നുവിട്ടിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലാണ്. അതും കാശി ഒരിക്കലും വിചാരിക്കാത്ത, സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു കെണിയിൽ. ഇതെങ്ങനെ മറികടക്കുമെന്ന് കാശിക്കൊരു ധാരണയുമില്ലായിരുന്നു. തൻ്റെ കരിയറും സ്വപ്നങ്ങളുമെല്ലാം ഈ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുകയാണോ? ഇന്ന് അച്ഛൻ്റെ ഒപ്പം ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ച നശിച്ച നിമിഷത്തെ കാശി ഉള്ളാലെ ശപിച്ചുപോയി. വീട്ടിൽ സുഖമായി കിടന്നുറങ്ങേണ്ട ഒരു ഞായറാഴ്ചയായിരുന്നു. അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഒടുവിൽ വണ്ടിയെടുത്തത് കാശിയാണ്. കാശിയുടെ അച്ഛൻ ശേഖരൻ്റെ പണ്ടത്തെ സുഹൃത്താണ് ദിനേശൻ. വർഷങ്ങളായി ഗൾഫിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം ചേർത്ത് തൻ്റെ ഏക മകൾ ആര്യയുടെ വിവാഹം നടത്തുകയാണ് ദിനേശൻ. അതുകൂടാൻ അച്ഛനൊപ്പം എത്തിയതാണ് കാശി ഇങ്ങോട്ട്. വലിയൊരു കടബാധ്യതയിലേക്ക് പോവാതെ തൻ്റെ ശേഷിക്ക് ഒതുങ്ങുന്ന തരത്തിലാണ് ദിനേശൻ കല്യാണം ആലോചിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ മുതൽ കാശി കാണുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ദിനേശനെയും അയാളുടെ മകളെയും താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന ചെറുക്കൻ വീട്ടുകാരെയാണ്. പണത്തോടുള്ള ആർത്തി അവരുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. താലി കെട്ടുന്നതിന് തൊട്ടു മുമ്പ് അവർ പുതിയൊരു ബോംബ് കൂടെ പൊട്ടിച്ചു. മുമ്പ് പറഞ്ഞ സ്ത്രീധന തുകയ്ക്ക് പുറമെ സ്വർണത്തിൻ്റെ അളവ് കുറവാണെന്ന് പറഞ്ഞ് ബാക്കി തുക ഇപ്പോൾ തന്നെ അവരുടെ കയ്യിൽ കിട്ടണമെന്ന്. ഇല്ലെങ്കിൽ ആര്യയുടെ കഴുത്തിൽ താലി വീഴില്ല എന്നാണ് ചെറുക്കൻ്റെയും അവൻ്റെ വീട്ടുകാരുടെയും വാശി. വാശിയും വാക്തർക്കവും ഉയർന്നപ്പോൾ ദിനേശൻ തൻ്റെ മോളുടെ ജീവിതം തകരാതിരിക്കാൻ നാണക്കേടോർത്ത് ആ തിണ്ണയിൽ വെച്ച് ആ കല്യാണ ചെറുക്കൻ്റെ കാല് പിടിക്കാൻ അടക്കം ഒരുങ്ങി. ആ വൃദ്ധൻ കൈകൂപ്പി കരയുന്നത് കണ്ടിട്ടും ആ അഹങ്കാരിയായ ചെറുക്കന് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. അതോടെ ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന കാശിക്കങ്ങ് കലി കയറി. ചോര തിളക്കുന്ന പ്രായമാണ്. അന്യായം കണ്ടപ്പോൾ അവന് സ്വയം നിയന്ത്രിക്കാനായില്ല. മുന്നോട്ട് ആഞ്ഞു ചെന്ന കാശി കല്യാണ ചെറുക്കനെ കണ്ണുപൊട്ടുന്ന ചീത്ത അങ്ങ് വിളിച്ചു. വാക്കുകൾ തടസ്സപ്പെട്ടപ്പോൾ ആര്യയുടെ അച്ഛനെ തള്ളി മാറ്റിയ ചെറുക്കൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് 4 തല്ലൊന്നു കൊടുത്തു. അതോടെ കളി മാറി. കല്യാണപ്പന്തൽ യുദ്ധക്കളമായി. അടി കിട്ടിയതോടെ കല്യാണ ചെറുക്കനും വീട്ടുകാരും വലിഞ്ഞു. ഈ പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ വെച്ച് ഈ ബന്ധം തീർന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് അവിടെ ഇറങ്ങിയൊരു പോക്കങ്ങ് പോയി. അവിടെ വരെ കാര്യങ്ങൾ കാശി വിചാരിച്ച പോലെ ഹീറോയിസ് ആയിരുന്നു. എന്നാൽ യഥാർത്ഥ ക്ലൈമാക്സ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുക്കൻ വീട്ടുകാർ പന്തൽ വിട്ടിറങ്ങിയതോടെ നാട്ടുകാരും ബന്ധുക്കളും കാശിയെ അങ്ങ് വളഞ്ഞു. നല്ല പയ്യനെ തല്ലി ഓടിച്ചു. ഇനി ഈ പെണ്ണിൻ്റെ ജീവിതം ആരും കൊടുക്കും? തല്ലിയാൻ തന്നെ കെട്ടണം. നാട്ടുകാരിൽ ചിലർ പിറുപിറുത്തു തുടങ്ങി. അതോടെ കാശിയുടെ അച്ഛനും ആകെ ധർമ്മസങ്കടത്തിലായി. ശേഖരൻ കാശിയുടെ അരികിലേക്ക് വന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. കാശി, നീ ചെയ്തത് ന്യായാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാൻ പാടില്ല. നീ ആര്യയുടെ കഴുത്തിൽ താലി ചാർത്തണം. ഇപ്പോൾ ആര്യയെ തന്നോട് വിവാഹം ചെയ്യാൻ എല്ലാവരും പറയുന്നത്. കല്യാണം കൂടാൻ വന്നിട്ട് സ്വയം കല്യാണം കഴിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കാശിക്ക്. എനിക്ക് പറ്റില്ല അച്ഛാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അനീതി കണ്ടപ്പോൾ പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. അതിനർത്ഥം ഞാൻ ഇവരെ വിവാഹം കഴിക്കണമെന്നാണോ? കാശി തന്നാൽ കഴിയും വിധം എതിർത്ത് നോക്കിയെങ്കിലും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളും അച്ഛൻ്റെ അപേക്ഷയും അവനെ തളർത്തി കഴിഞ്ഞിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ശുഭമുഹൂർത്തം തീരാൻ ഇനി അരമണിക്കൂർ മാത്രം ബാക്കി. പന്തലിൽ ഒരു വല്ലാത്ത നിശബ്ദത പടർന്നു. ശേഖരൻ കാശിയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു. എൻ്റെ അഭിമാനത്തിൻ്റെ പുറത്താടാ ഞാൻ ചോദിക്കുന്നത്. ദിനേശ് എൻ്റെ ജീവനാ. അവൻ്റെ മോൾക്ക് ഇങ്ങനൊരു ഗതി വന്നാൽ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കാശി. നീ ആ പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കണം.
കാശിക്ക് അച്ഛൻ്റെ വാക്കുകളിൽ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അവൻ ആര്യയൊന്ന് നോക്കി. അവൾ ഒരു തൂണിൽ ചാടി നിൽക്കുകയാണ്. മുഖം കുനിച്ചിരിക്കുകയാണ്. കണ്ണീരൊഴുക്കി അവളുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരിക്കുന്നു. അവൾക്ക് ഈ ലോകത്തോട് തന്നെ വിരക്തി തോന്നിയിരിക്കണം. ഒരു കളിപ്പാവയെ പോലെ തന്നെ എല്ലാവരെയും വലിച്ചിഴക്കുകയാണെന്ന് അവൾക്കും അറിയാം. അവൾ കാശിയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. മനസ്സില്ലാ മനസ്സോടെ ഒടുവിൽ അച്ഛൻ്റെ കണ്ണീരിന് മുന്നിൽ കാശിക്ക് തൻ്റെ വാശി ഉപേക്ഷിക്കേണ്ടി വന്നു. അവൻ സാവധാനം തലയാട്ടി. അവൻ സമ്മതിച്ചു. പന്തലിൽ ആരോ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ വേദി ബഹളങ്ങൾ കൊണ്ട് നിറഞ്ഞു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ വീണ്ടും ദ്രുതഗതിയിലായി. എന്നാൽ അവിടെ ഒരിടത്തും ഒരു കല്യാണ വീടിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നില്ല. കാശിക്കൊടുക്കൻ പുതിയൊരു മുണ്ടും ഷർട്ടും ആരോ എത്തിച്ചു കൊടുത്തു. അവനൊരു യന്ത്രം പോലെ വസ്ത്രം മാറി വന്നു. അവൻ്റെ മുഖത്ത് കരിനീഴൽ പടർന്നിരുന്നു. അപ്പുറത്ത് ആര്യയെ വീണ്ടും ഒരുക്കുകയായിരുന്നു. അവരുടെ ബന്ധുക്കളായ സ്ത്രീകൾ ചേർന്ന് അവളുടെ കണ്ണുനീർ തുടച്ചു, മുഖം മിനുക്കി. എന്നാൽ അവളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അപരിചിതനായ തനിക്ക് വേണ്ടി അടിപിടി ഉണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയാവാൻ അവൾ മാനസികമായി ഒട്ടും തയ്യാറായിരുന്നില്ല. വിധി അവളെ ഒരു കൊടുങ്കാറ്റിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. നാദസ്വരം വീണ്ടും ഉയർന്നു. പക്ഷെ അതിനു മുമ്പത്തേക്കാൾ ഗാംഭീര്യവും സന്തോഷവും കുറവായിരുന്നു. കാശി കല്യാണ മണ്ഡപത്തിലേക്ക് നടന്നു. അവൻ്റെ ഓരോ ചുവടും ഭാരമുള്ളതായി അവന് തോന്നി. മണ്ഡപത്തിൽ കയറിയിരിക്കുമ്പോൾ അവൻ്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ആര്യയെയും മണ്ഡപത്തിലേക്ക് ആനയിച്ചു. അവൾ സാവധാനം വന്ന് കാശിയുടെ വലതുവശത്തായിരുന്നു. ഇരുവരും പരസ്പരം നോക്കിയില്ല. അവരുടെ നോട്ടങ്ങൾ നിലത്തായിരുന്നു. കാശിക്ക് ആര്യയുടെ വസ്ത്രത്തിൽ നിന്നും വരുന്ന ചന്ദനത്തിൻ്റെ മണവും അവളുടെ വശത്തു നിന്നുള്ള നേർത്ത വിറയലും അനുഭവിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അവൾ കരച്ചിലടക്കാൻ പാടുപെടുകയാണ്. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അഗ്നിക്ക് മുന്നിൽ അവർ ഇരുവരും സാക്ഷികളായി നിന്നു. പൂജാരി മന്ത്രോച്ചാരങ്ങൾക്കിടയിൽ കാശിയുടെ കയ്യിലേക്ക് താലിമാല എടുത്തു കൊടുത്തു. മഞ്ഞച്ചരടിൽ കോർത്ത സ്വർണ്ണത്താലി. മുഹൂർത്തമായി, താലി ചാർത്താം, പൂജാരി വിളിച്ചു പറഞ്ഞു. കാശി ആ താലിമാല കൈകളിലെടുത്തു. അവൻ്റെ കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ എഴുന്നേറ്റു. ആര്യയും അവനൊപ്പം എഴുന്നേറ്റ് നിന്നു. അവൾ തന്നെ കുനിച്ചും തന്നെ പിടിച്ചിരിക്കുകയായിരുന്നു. കാശി ആര്യയുടെ മുഖത്തേക്ക് നോക്കി. വിയർപ്പും കണ്ണീരും കലർന്ന് അവളുടെ മുഖത്തെ പ്രസന്നത മങ്ങിയിരുന്നു. ഒട്ടും താല്പര്യമില്ലാതെ ഒരു ബലിമൃഗത്തെ പോലെ നിൽക്കുന്ന അവളോട് അവന് നേരിയ സഹതാപം തോന്നി. തൻ്റെ ജീവിതവും ഇവിടെ മാറുകയാണ്. കാശി കൈകൾ ഉയർത്തി താലിമാല ആര്യയുടെ കഴുത്തിന് പിന്നിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ വിരലുകൾ അവളുടെ കഴുത്തിൽ തൊട്ടപ്പോൾ ആര്യ ഒന്ന് ഞെട്ടി. അവളുടെ കണ്ണുകൾ ഇറുക്കിയടച്ചു. ആ നിമിഷം മനസ്സില്ലാ മനസ്സോടെ കാശി ആര്യയുടെ കഴുത്തിൽ ആദ്യത്തെ കെട്ട് മുറുക്കി. രണ്ടാമത്തെയും മൂന്നാമത്തെയും കെട്ടുകൾ വീഴുമ്പോൾ പന്തലിൽ ആളുകൾ കുരവിയിട്ടു. പൂക്കൾ വാരി വിതറി. പക്ഷെ ആ ബഹളങ്ങൾക്ക് നടുവിൽ കാശിയുടെയും ആര്യയുടെയും മനസ്സുകൾ ശൂന്യമായിരുന്നു. താലി കെട്ടിക്കഴിഞ്ഞതും കാശി ആര്യയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി. അവളുടെ നെറ്റിയിലെ ചുവപ്പ് പടർന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങുകയായിരുന്നു. സ്നേഹമില്ലാത്ത നിർബന്ധിതമായ ഒരു അധ്യായം. കല്യാണ ചടങ്ങുകൾ വളരെ പെട്ടെന്ന് അവസാനിച്ചു. പരസ്പരം കൈകൾ കോർത്തുപിടിച്ച് മണ്ഡപത്തിന് ചുറ്റും വലം വെക്കുമ്പോൾ അവരിൽ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. വിരലുകൾ തമ്മിൽ തൊട്ടിരുന്നുവെങ്കിലും മനസ്സുകൾ തമ്മിൽ കാതങ്ങളുടെ അകലമുണ്ടായിരുന്നു. തുടർന്ന് നടന്ന ചടങ്ങുകളിലും ഫോട്ടോ എടുപ്പിലും ഒന്നും അവർ ചിരിച്ചില്ല. ക്യാമറമാൻ ഒന്ന് ചിരിക്കൂ എന്ന് നിർബന്ധിച്ചപ്പോൾ കാശി വെറുതെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ആര്യയാകട്ടെ കൂടുതൽ കണ്ണീർ കൂടി ഒഴിക്കുകയേ ചെയ്തുള്ളൂ. വൈകുന്നേരത്തോടെ കാശിയുടെ ഒപ്പം ആര്യയെ യാത്രയാക്കാനുള്ള സമയമായി. യാത്ര പറയുമ്പോൾ ദിനേശൻ കാശിയുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. എൻ്റെ മോൾക്ക് ഇനി നീ മാത്രമുള്ളൂ മോനെ. സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അവളെ നീ വിഷമിപ്പിക്കരുത്. ദിനേശൻ വിങ്ങിപ്പൊട്ടി. കാശി ഒന്നും പറഞ്ഞില്ല. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മുൻസീറ്റിൽ തനിക്കരികിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ആര്യയെ അവൻ ഇടം കണ്ണാലെ നോക്കി. അവൾ തൻ്റെ താലിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. തൻ്റെ എടുത്തുചാട്ടം തൻ്റെ ജീവിതത്തെ എങ്ങോട്ടാണ് എത്തിച്ചിരിക്കുന്നതെന്ന് കാശിക്ക് മനസ്സിലായില്ല. തൻ്റെ വീട്ടിലേക്ക് ഒരു അപരിചിതയായ പെൺകുട്ടിയുമായി പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ബാക്കിയായിരുന്നു. യാത്രയിലുടനീളം വണ്ടിക്കുള്ളിൽ തളം കെട്ടി നിന്നത് ശ്വാസം മുട്ടിക്കുന്ന ഒരു തരം നിശബ്ദതയായിരുന്നു. കാശി സ്റ്റിയറിങ്ങിൽ മുറുക്കി പിടിച്ചിരുന്നു. അവൻ്റെ നോട്ടം റോഡിലായിരുന്നുവെങ്കിലും മനസ്സ് മുഴുവൻ വരാനിരിക്കുന്ന രംഗങ്ങളെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു. അമ്മയോട് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് അച്ഛനാണ്. പന്തലിൽ വെച്ച് തന്നെ അച്ഛൻ അമ്മയെ വിളിച്ചിരുന്നു. ഫോണിൻ്റെ മറുതലക്കൽ നിന്നും അമ്മയുടെ കരച്ചിലും കാശി നേരിയ തോതിൽ കേട്ടിരുന്നു. എന്തൊക്കെയായാലും ഒരു മകൻ്റെ കല്യാണം എന്നത് ഏതൊരമ്മയുടെയും സ്വപ്നമാണ്.
അതീവ ലളിതമായി പരസ്യമായ ഒരു തല്ലിപിടുത്തത്തിനൊടുവിൽ ഒരു പെൺകുട്ടിയെ താലി കെട്ടി ഒപ്പം കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് കേൾക്കുമ്പോൾ ഏതൊരമ്മക്കാണ് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുക? കാശി ഇടം കണ്ണാലെ വശത്തേക്ക് നോക്കി. ആര്യ എപ്പോഴും പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. വായുവിലേക്ക് അലിഞ്ഞു പോകുന്ന കാഴ്ചകളിൽ അവളുടെ കണ്ണുകൾ തടഞ്ഞു നിന്നു. കാറ്റിൽ അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ മടിയിൽ വെച്ചിരുന്ന ചുവന്ന പട്ടുസാരിയുടെ തലപ്പിൽ മുറുക്കി പിടിച്ചിരുന്നു. കഴുത്തിൽ വീണ താലിമാല അവളുടെ വിരലുകൾക്കിടയിൽ കിടന്നുരുണ്ടു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറയുന്നുണ്ടെന്ന് കാശിക്ക് മനസ്സിലായി. പക്ഷെ അവളെ ആശ്വസിപ്പിക്കാനോ ഒരു വാക്ക് മിണ്ടാനോ അവന് കഴിഞ്ഞില്ല. കാരണം അവൻ തന്നെ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മുക്തനായിട്ടില്ല. വണ്ടി കാശിയുടെ വീട്ടുപടിക്കലേക്ക് തിരിഞ്ഞു. കാശി വണ്ടി നിർത്തി എൻജിൻ ഓഫ് ചെയ്തു. വണ്ടിയുടെ ശബ്ദം നിലച്ചതോടെ ആ നിശബ്ദതക്ക് ആക്കം കൂടി. വലിയ വീടാണ് കാശിയുടെ. കാശി വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി. ആര്യയും സാവധാനം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ കാലുകളിലെ കൊലുസുകൾ കിലുങ്ങി. ആ ശബ്ദം പോലും ആ നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഉച്ചത്തിലായി തോന്നി. അപ്പോഴേക്കും വീടിൻ്റെ ഉമ്മറത്തെ വാതിൽ തുറക്കപ്പെട്ടു. കാശിയുടെ അമ്മ മാലതി പുറത്തേക്ക് വന്നു. അച്ഛൻ പറഞ്ഞ വിവരങ്ങൾ കേട്ടതു മുതൽ അവരുടെ നെഞ്ചു പൊട്ടുകയായിരുന്നു. വല്ലാത്തൊരു അങ്കലാപ്പിലും വിഷമത്തിലുമായിരുന്നു അവർ. എങ്കിലും തൻ്റെ മകൻ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയെ പടിക്ക് പുറത്തു നിർത്താൻ ആ അമ്മ മനസ്സ് അനുവദിച്ചില്ല. അവരുടെ മുഖത്ത് പരിഭ്രമവും സങ്കടവും ഉണ്ടായിരുന്നുവെങ്കിലും അത് ആര്യയുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാലതിയുടെ കൈകളിൽ എരിഞ്ഞു നിൽക്കുന്ന ഒരു നിലവിളക്കുണ്ടായിരുന്നു. ദീപത്തിൻ്റെ പ്രകാശം അവരുടെ മുഖത്തെ ആശങ്കകളെ തെളിയിച്ചു കാട്ടി. ശേഖരൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മകൻ്റെയും ആര്യയുടെയും അരികിലേക്ക് വന്നു. വാ മോളെ, അകത്തേക്ക് കയറാം. ആര്യ ഭയത്തോടെയും അപകർഷതാബോധത്തോടെയും കാശിയുടെ അമ്മയെ നോക്കി. താൻ കാരണം ഒരു കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന ഭയം അവളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. മാലതി സാവധാനം പടികൾ ഇറങ്ങി ആര്യയുടെ അടുത്തേക്ക് വന്നു. മാലതിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അവർ ആര്യയെ നോക്കി ദയനീയമായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആര്യയുടെ തലയിൽ കൈവച്ച് അവർ അനുഗ്രഹിച്ചു. പന്തലിൽ വെച്ച് എന്തൊക്കെയോ ഉണ്ടായതെന്നാണ് ശേഖരേട്ടൻ വിളിച്ചു പറഞ്ഞിരുന്നു മോളെ. ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എല്ലാം ഈശ്വര നിശ്ചയം എന്ന് കരുതിയാൽ മതി. ദാ ഈ വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറൂ. മാലതിയുടെ ശബ്ദം ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. മാലതി നിലവിളക്ക് ആര്യയുടെ കൈകളിലേക്ക് നൽകി. വിളക്ക് വാങ്ങുമ്പോൾ ആര്യയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ കാശിയെ ഒന്ന് നോക്കി. കാശി ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. ആര്യ നിലവിളക്കും പിടിച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ വീടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് വലതുകാൽ വെച്ച് കയറി. പൂമുഖത്തെ പ്രകാശത്തിലേക്ക് അവൾ നടന്നു കയറുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്കാണ് താൻ ചുവട് വെക്കുന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അകത്ത് കയറിയ ആര്യ ആ നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു. മാലതി അവൾക്ക് പിന്നാലെ തന്നെയുണ്ടായിരുന്നു. കാശി വരാന്തയിലെ ഒരു കസേരയിലേക്ക് തളർന്നിരുന്നു. അവൻ കൈകൾ കൊണ്ട് മുഖം മൂടി. തൻ്റെ ജീവിതം ഇത്ര പെട്ടെന്ന് മാറി മറിയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ശേഖരൻ കാശിയുടെ അരികിലേക്ക് വന്നു. കാശി, നീ എന്നോട് ക്ഷമിക്കണം. നിന്റെ ജീവിതമാണ് ഇതിലൂടെ. വേണ്ട അച്ഛ. കാശി അച്ഛൻ്റെ വാക്കുകൾ തടഞ്ഞു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. മാലതി പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അവർ ശേഖരനെ നോക്കി. അവരുടെ കണ്ണുകളിൽ ചോദ്യങ്ങളും സങ്കടങ്ങളും നിറഞ്ഞിരുന്നു. പക്ഷേ അകത്തിരിക്കുന്ന ആര്യ കേൾക്കാതിരിക്കാൻ അവർ ശബ്ദം താഴ്ത്തിയാണ് സംസാരിച്ചത്. നിങ്ങൾ എന്തായി കാണിച്ചു കൂട്ടിയത്? നമ്മുടെ മകൻ്റെ കല്യാണമാണ്. ഇങ്ങനെയാണ് ഒരു കല്യാണം നടത്തേണ്ടത്? നാട്ടുകാർ ഇനി എന്തൊക്കെ പറയും? മാലതിയുടെ ശബ്ദത്തിൽ സങ്കടം പടർന്നു. മാലതി, അവിടുത്തെ സാഹചര്യം അങ്ങനെയൊക്കെയായിരുന്നു. ദിനേശിൻ്റെ മോൾ ആ പന്തലിൽ വെച്ച് അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. കാശി ചെയ്തതൊരു തെറ്റല്ല. അതിനൊടുവിൽ ഇങ്ങനൊരു പരിഹാരമേ ഉണ്ടായിരുന്നുള്ളൂ. ശേഖരൻ മാലതിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മാലതി ഒരു ദീർഘനിശ്വാസം എടുത്തു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു അമ്മയുടെ മനസ്സ് പാകപ്പെടാൻ സമയം വേണമായിരുന്നു. അവർ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ആര്യയിരിക്കുന്ന മുറിയിലേക്ക് നടന്നു. മുറിയിൽ ആര്യ കട്ടിലിൻ്റെ ഒരറ്റത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു. മോളെ, ആര്യ, മാലതി പതുക്കെ വിളിച്ചു. ആര്യ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് നോക്കി. അവൾ വേഗം എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇരിക്കും മോളെ, വിഷമിക്കേണ്ട. വസ്ത്രമൊക്കെ മാറി ഒന്ന് മുഖം കഴുകും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മാലതി അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അവരുടെ സ്പർശനം ആര്യക്ക് നേരിയൊരു ആശ്വാസം നൽകി. അവൾ മെല്ലെ തലയാട്ടി. കാശി വരാന്തയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് നടന്നു. അവൻ മുറിക്കുള്ളിലേക്ക് കടന്നു. ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കാശിയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു. വിവാഹം എന്നത് സ്നേഹത്തിൽ നിന്ന് തുടങ്ങേണ്ട ഒന്നാണ്.
എന്നാൽ തങ്ങളുടെ ജീവിതം തുടങ്ങിയിരിക്കുന്നത് ഒരു നിർബന്ധത്തിൽ നിന്നും നാടകീയമായ ഒരു അടിപിടിയിൽ നിന്നുമാണ്. ആര്യ സാവധാനം വസ്ത്രം മാറി കാശിയുടെ മുറിയിലേക്ക് വന്നു. അവളുടെ ആഭരണങ്ങളെല്ലാം അവൾ അഴിച്ചു വെച്ചിരുന്നു. സാധാരണ ഒരു ചുരിദാറായിരുന്നു അവളുടെ വേഷം. മുഖത്തെ മേക്കപ്പ് പൂർണ്ണമായും കഴുകി കളഞ്ഞിരുന്നു. ഇപ്പോൾ അവൾ കൂടുതൽ നിസ്സഹായയായി തോന്നി. അവൾ മുറിയുടെ വാതിൽക്കൽ തന്നെ മടിച്ചു നിന്നു. അകത്തേക്ക് കയറാൻ അവൾക്ക് അനുവാദമില്ലാത്തതുപോലെ. കാശി തിരിഞ്ഞു നോക്കി. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ അവന് മനസ്സിലായി തന്നേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് അവളാണെന്ന്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. സാഹചര്യങ്ങളുടെ ഇരയാണ് അവളും. അകത്തേക്ക് കയറുക, കാശി അവളെ ശാന്തമായി പറഞ്ഞു. ആര്യ സാവധാനം മുറിക്കുള്ളിലേക്ക് നടന്നു. കട്ടിലിൻ്റെ ഒരു വശത്ത് അവൾ വന്നിരുന്നു. ഇരുവരും തമ്മിൽ വീണ്ടും ആ നിശബ്ദത ഉടലെടുത്തു. ആ രാത്രി ഇരുണ്ടു വെളുക്കുമ്പോൾ ആ മുറിയിൽ അവർ രണ്ടുപേരും തങ്ങളുടെ അനിശ്ചിതത്തിലായ ഭാവിയിലേക്ക് നോക്കി കണ്ണു തുറന്നിരിക്കുകയായിരുന്നു. ആ രാത്രിയുടെ ഇരുട്ടിന് കനം വെച്ചുകൊണ്ടിരുന്നു. കാശി ജനലിൻ്റെ അരികിൽ തന്നെ നിന്നു. അവൻ്റെ മനസ്സൊരു വലിയ യുദ്ധക്കളമായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ തൻ്റെ കരിയറും സ്വപ്നങ്ങളും മാത്രം ചിന്തയിലുണ്ടായിരുന്ന ഒരു യുവാവ് ഇപ്പോൾ ഇതാ നിയമപരമായി മറ്റൊരാളുടെ ഭർത്താവ്. അവൻ പതുക്കെ തിരിഞ്ഞു നോക്കി. കട്ടിലിൻ്റെ ഒരറ്റത്ത് തീർത്തും അപരിചിതയായ ആ മുറിയുടെ ഭിത്തിയിലേക്ക് നോക്കി ആര്യ ഇരിപ്പുണ്ട്. ആഭരണങ്ങളും കനത്ത പട്ടുസാരി മാറിയപ്പോൾ അവൾ പ്രായത്തിൽ ഒത്തിരി ചെറിയൊരു പെൺകുട്ടിയായി തോന്നിപ്പിച്ചു അവന്. കരഞ്ഞു തളർന്ന അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണീരില്ല, പകരം ശൂന്യത മാത്രമായിരുന്നു. ഒരു പാവയെ പോലെ വിധി എങ്ങോട്ട് വലിച്ചോ അങ്ങോട്ട് നീങ്ങി അവൾ. ഈ നിശബ്ദത ഇങ്ങനെ തുടർന്നാൽ ശ്വാസം മുട്ടി ചത്തുപോകുമെന്ന് കാശിക്ക് തോന്നി. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണം. ഒളിച്ചോടുകയല്ല, മറിച്ച് രണ്ടുപേരുടെയും ജീവിതം നശിക്കാതെ ഒരു വഴി കണ്ടെത്തുക. അത് തൻ്റെ മാത്രം ആവശ്യമല്ല, ആ പെൺകുട്ടിയുടെ കൂടെ ആവശ്യമാണ്. അവൻ സാവധാനം നടന്ന് കട്ടിലിനടുത്തേക്ക് വന്നു. പെട്ടെന്ന് കാശിയുടെ നിഴൽ തനിക്കുമേൽ വീണത് കണ്ട് ആര്യ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ഭയം പടരുന്നത് കാശി കണ്ടു. പേടിക്കണ്ട, കാശി തൻ്റെ സ്വരം പരമാവധി ശാന്തമാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എൻ്റെ അവകാശങ്ങൾ സ്ഥാപിക്കാനോ ഒന്നും വരില്ല. നീ അതേ ഇരിക്ക്. അവൾ പതുക്കെ കാട്ടിലിൽ വീണ്ടും ഇരുന്നു. എങ്കിലും അവളുടെ വിരലുകൾ ചുരിദാറിൻ്റെ അറ്റത്ത് മുറുകി പിടിച്ചിരുന്നു. കാശി മുറിയിലെ കസേര വലിച്ചിട്ട് അവൾക്ക് അഭിമുഖമായി ഇരുന്നു. അവളിലേക്ക് അനാവശ്യമായി അടുക്കാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആര്യ, അവൻ വളരെ ആർദ്രമായി അവളുടെ പേരെടുത്ത് വിളിച്ചു. ആ വിളി കേട്ട് അവൾ പതുക്കെ തല ഉയർത്തി അവനെ നോക്കി. പന്തലിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. ഞാൻ അവിടെ ഹീറോയിസം കാണിക്കാൻ വന്നതല്ല. ആ സാഹചര്യത്തിൽ നിന്റെ അച്ഛൻ അനുഭവിച്ച അപമാനം കണ്ടപ്പോൾ കൺട്രോളൊന്നു പോയതാണ്. പക്ഷെ അതിൻ്റെ അവസാനം ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. എൻ്റെ അച്ഛൻ്റെ വാക്കിനും സുഹൃത്തിനോടുള്ള സ്നേഹത്തിനും മുന്നിലാണ് എനിക്ക് തലവണിക്കേണ്ടി വന്നത്. നിന്റെ അവസ്ഥയും അത് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആര്യ ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകളിൽ നേരിയൊരു ആശ്ചര്യം മിന്നി മറഞ്ഞു. തന്നെ കുറ്റപ്പെടുത്താത്ത, തൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കുന്ന ഒരാളാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന ഭാവം. കാശി ഒരു ദീർഘനിശ്വാസം എടുത്തു. നമ്മൾ തമ്മിൽ സ്നേഹമില്ല, പരസ്പരം അറിയുക പോലുമില്ല. ഒരു ബന്ധത്തിൻ്റെയും അടിത്തറയില്ലാത്ത അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം കഴുത്തിൽ വീണ ഒരു താലിയുടെ പേരിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ അഭിനയിച്ചാൽ അത് രണ്ടുപേരുടെയും ജീവിതം നരകമാക്കും. അതുകൊണ്ട് എനിക്കൊരു നിർദ്ദേശമുണ്ട്. നിർദ്ദേശം എന്ന വാക്ക് കേട്ടപ്പോൾ ആര്യയുടെ നെറ്റി ചുളിഞ്ഞു. അവൾ ചോദ്യഭാവത്തിൽ അവനെ തന്നെ നോക്കി. നമുക്കൊരു വിവാഹ ഉടമ്പടിയിലെത്താം, ഒരു കോൺട്രാക്റ്റ്. കാശി നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു. ഉടമ്പടിയോ? ആര്യയുടെ തൊണ്ടയിൽ നിന്നും ആ വാക്ക് വളരെ പ്രയാസപ്പെട്ടാണ് പുറത്തു വന്നത്. അതെ, കാശി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. 1 വർഷത്തെ ഉടമ്പടി, കൃത്യം 1 വർഷം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നമ്മൾ നല്ലൊരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അഭിനയിക്കും. ആര്യ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായി തന്നെ തുടരും. പക്ഷേ ഈ മുറിക്കുള്ളിൽ നമ്മൾ പരസ്പരം ഒന്നുമല്ലാത്ത അപരിചിതരായിരിക്കും. ഞാൻ നിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല, നീ എൻ്റെ ജീവിതത്തിലും. 1 വർഷം കഴിയുമ്പോൾ ഈ വിവാഹം പൊരുത്തപ്പെട്ടു പോകുന്നില്ലെന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തി നമുക്ക് നിയമപരമായി തന്നെ പരസ്പര സമ്മതത്തോടെ വിവാഹമോചനം നേടാം. അതിനുശേഷം ആര്യക്ക് ആര്യയുടെ വഴി, എനിക്ക് എൻ്റെ വഴിയും. കാശിയുടെ വാക്കുകൾ കേട്ട് ആര്യ സ്തബ്ധയായിരുന്നു പോയി. അവൾ ഒരു വല്ലാത്ത ഷോക്കിലായിരുന്നു. വിവാഹമോചനത്തെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ മാത്രം പിന്നിട്ട ഈ രാത്രിയിൽ തൻ്റെ ഭർത്താവ് 1 വർഷത്തിന് ശേഷമുള്ള വേർപിരിയലിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. അവളുടെ നെഞ്ച് പടപട എന്ന് മിടിച്ചു. സമൂഹം തന്നെ വീണ്ടും ഒരു തോൽവിയായി കാണുമോ എന്നവൾ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി. പക്ഷെ അതേ സമയം തന്നെ തനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഈ ദാമ്പത്യത്തിൽ നിന്നും
മാന്യമായി ഇറങ്ങിപ്പോകാനുള്ള ഒരു വഴിയല്ലേ ഇതെന്ന ചിന്തയും അവളിലുണ്ടായി. അവളുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ കാശി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ നിനക്ക് വലിയൊരു ഷോക്കായിരിക്കുമെന്ന്. പക്ഷെ ആലോചിച്ച് നോക്ക്, ഇതാണ് രണ്ടുപേർക്കും നല്ലത്. ബലമായി കൂട്ടിച്ചേർത്ത ഈ ബന്ധം അങ്ങനെ വലിച്ചു നീട്ടുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. നിന്റെ ഡിഗ്രി 3-ാം വർഷം പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയതാണെന്ന് അച്ഛൻ പറഞ്ഞു. ഈ ഒരു വർഷം നീ വെറുതെ ഇരിക്കേണ്ടതില്ല. നിനക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ആ മുടങ്ങിപ്പോയ ഡിഗ്രി എക്സാം എഴുതിയെടുക്കാൻ ഞാൻ എല്ലാ സഹായവും ചെയ്തു തരാം. കോളേജിൽ പോകണമെങ്കിൽ പോകാം, അതല്ല പ്രൈവറ്റായി എഴുതിയെടുക്കണമെങ്കിൽ അങ്ങനെ. നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു യോഗ്യത നേടാൻ ഈ ഒരു വർഷം കൊണ്ട് സാധിക്കും. അതിനുശേഷം നീ വിവാഹമോചനം നേടി ഇറങ്ങുമ്പോൾ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ നിനക്ക് കഴിയും. അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. ആര്യ കാശിയെ തന്നെ നോക്കിയിരുന്നു. അവളുടെ മനസ്സിൽ ചിന്തകളുടെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ അടിച്ചു. തൻ്റെ ജീവിതം ഇത്രയും വലിയൊരു തകർച്ചയിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ തല്ലിയൊടിച്ച ചെറുക്കൻ വീട്ടുകാരെ പോലെ പണത്തോടുള്ള ആർത്തിയല്ല ഈ മനുഷ്യൻ്റെ കണ്ണുകളിൽ ഉള്ളത്. മറിച്ച് തനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ് അവൻ മുന്നോട്ട് വെക്കുന്നത്. അവൻ പറഞ്ഞത് സത്യമാണ്. അവൾക്കും കാശിയുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി കടിച്ചു തൂങ്ങാൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. തനിക്ക് വേണ്ടി മാത്രം സ്വന്തം ജീവിതം ബലികൊടുത്ത ആളാണ് കാശി. അവൻ്റെ സ്വപ്നങ്ങളും കരിയറും ഈ ഒരു എടുത്തുചാട്ടം കൊണ്ട് ഇല്ലാതാക്കരുത് എന്ന് ആരെയോ ആഗ്രഹിച്ചു. ഒരു വർഷത്തെ അഭിനയം, അതിനുശേഷം സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാനുള്ള കരുത്ത്, അതൊരു മോശം വഴിയല്ലെന്ന് അവൾക്ക് തോന്നി. അവൾ പതുക്കെ തൻ്റെ വിറക്കുന്ന കൈകൾ കൂട്ടിപ്പിടിച്ചു. ആ മുറിയിൽ വീണ്ടും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നിശബ്ദത പടർന്നു. അവൾ കാശിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി. എനിക്ക് സമ്മതമാണ്. അവൾ നേർത്തതെങ്കിലും ഉറപ്പുള്ള ശബ്ദത്തിൽ തന്നെ മറുപടി നൽകി. എനിക്കും ആരുടെയും ജീവിതത്തിൽ ഒരു ഭാരമാകാൻ താല്പര്യമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വർഷം, അതിനുശേഷം നമുക്ക് വേർപിരിയാം. എൻ്റെ പഠിത്തം പൂർത്തിയാക്കാൻ സഹായിക്കൂ എന്ന് പറഞ്ഞതിന് നന്ദി. അവളുടെ മറുപടി കേട്ടപ്പോൾ കാശിയുടെ മനസ്സിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. അവൻ നേരിയ രീതിയിൽ ഒന്ന് ശ്വാസം വിട്ടു. ശരി, അപ്പോൾ നമ്മുടെ ഇടയിൽ ഈ ഉടമ്പടി ഉറപ്പിച്ചു. നാളെ മുതൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ നമ്മൾ ഒരുമിച്ചുള്ള നാടകം തുടങ്ങുകയാണ്. അത് നന്നായി അഭിനയിക്കാൻ കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഭാവി സുരക്ഷിതമായിരിക്കും, കാശി പറഞ്ഞു. അവൻ കട്ടിലിൽ നിന്ന് ഒരു തലയണയും ഷീറ്റും എടുത്ത് നിലത്തേക്ക് വിരിച്ചു. നീ കട്ടിൽ കിടന്നോളൂ. ഒരുപാട് കരഞ്ഞ് തളർന്നതാണ്. നന്നായി ഉറങ്ങിക്കോ. അത്രയും പറഞ്ഞ് കാശി ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് സൈഡ് ലാമ്പ് മാത്രം തെളിയിച്ചു. മുറിയിൽ നേർത്തൊരു വെളിച്ചം മാത്രം ബാക്കിയായി. ആര്യ കട്ടിലിൻ്റെ ഒരു വശത്ത് ചെരിഞ്ഞു കിടന്നു. ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിലത്ത് കാശിയും കിടന്നു. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ ഒരു ഉടമ്പടിയിലൂടെ നേരിടാൻ തീരുമാനിച്ച ആ രണ്ട് മനസ്സുകളും വരാനിരിക്കുന്ന അനിശ്ചിതത്വത്തിൻ്റെ വഴിയിലേക്ക് നോക്കി കണ്ണു തുറന്ന് തന്നെ കിടന്നു. പുറത്ത് നേരം പുലരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. അവരുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ. ആ രാത്രിയുടെ ഭാരമേറിയ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പുതിയൊരു പുലരി പിറന്നു. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളുമായി വഴിമാറി. ആ സംഭവബഹുലമായ കല്യാണ ദിവസത്തിന് ശേഷം ഇപ്പോൾ കൃത്യം 2 മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഈ 2 മാസങ്ങൾ കൊണ്ട് കാശിയുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. തുടക്കത്തിലുണ്ടായിരുന്ന ആ വല്ലാത്ത അപരിചിതത്വവും അങ്കലാപ്പും ആര്യയുടെ മനസ്സിൽ നിന്നും പതിയെ മാങ്ങി തുടങ്ങി. കാശിയുടെ അച്ഛൻ ശേഖരൻ പതിവ് പോലെ രാവിലെ തന്നെ തൻ്റെ കടയിലേക്ക് ഇറങ്ങും. കാശി ഒരു പ്രമുഖ കോളേജിൽ ലെക്ചറായി ജോലിയിൽ പ്രവേശിച്ചതും ഈ അടുത്താണ്. പുലർച്ചെ തന്നെ അച്ഛനും മകനും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വലിയ വീട്ടിൽ മാലതിയും ആര്യയും മാത്രമേ ആകും. തുടക്കത്തിൽ മാലതിയുടെ മുന്നിൽ വരാൻ പോലും ആര്യയ്ക്ക് വല്ലാത്ത മടിയും ഭയവുമായിരുന്നു. താൻ കാരണം ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന കുറ്റബോധം അവളെ വേട്ടയാടിയിരുന്നു. എന്നാൽ മാലതി എന്ന അമ്മയുടെ സ്നേഹവും കരുതലും ആര്യയുടെ ഉള്ളിലെ ഭയത്തിൻ്റെ മഞ്ഞുരുങ്ങാൻ അധികം സമയം വേണ്ടി വന്നില്ല. അടുക്കളയിലെ ചെറിയ ചെറിയ ജോലികളിൽ മാലതിയെ സഹായിച്ചുകൊണ്ട് ആര്യ അവരിലേക്ക് അടുത്തു. അടുക്കളയിൽ നിന്ന് മാലതി എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ നിറഞ്ഞ മനസ്സോടെ അവളിങ്ങ് ഓടിയെത്തും. ഉച്ചക്കൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, വൈകുന്നേരങ്ങളിൽ ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുമ്പോഴും അവർ തമ്മിൽ വലിയൊരു ആത്മബന്ധം വളർന്നു വന്നിരുന്നു. സ്വന്തം അമ്മയില്ലാത്ത ആര്യയ്ക്ക് മാലതിയിൽ ഒരമ്മയെയും മാലതിക്ക് ആര്യയിൽ തങ്ങൾ ഏറെ ആഗ്രഹിച്ച ഒരു മകളെയും ലഭിച്ചതുപോലെയായിരുന്നു അത്. ശേഖരനോടും ഇപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവുമായിരുന്നു. എന്നാൽ ആ വീട്ടിൽ എല്ലാവരോടും ഇണങ്ങിയപ്പോഴും കാശിയും ആര്യയും തമ്മിൽ മാത്രം എപ്പോഴും ഒരു വലിയ അകലം പാലിച്ചിരുന്നു.
വീട്ടുകാരുടെ മുന്നിൽ അവർ ഒരു സാധാരണ ദമ്പതികളെ പോലെ നടിക്കാൻ ശ്രമിച്ചെങ്കിലും ആ മുറിക്കുള്ളിൽ കയറിയാൽ അവർ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. കട്ടിലിൻ്റെ ഒരറ്റത്ത് ആര്യൻ, നിലത്ത് കാശിയും കിടന്നു. അനാവശ്യമായി അവർ പരസ്പരം സംസാരിച്ചതേയില്ല. ആ ഒരു വർഷത്തെ വിവാഹ ഉടമ്പടി അവരുടെ ഇടയിൽ ഒരു അദൃശ്യ മതിൽ പോലെ എപ്പോഴും നിലകൊണ്ടു. കാശി അവളെ ബഹുമാനിച്ചു, അവളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടില്ല. പക്ഷെ ആ ബന്ധത്തിൽ ഒരിടത്തും സ്നേഹത്തിൻ്റെ നനവുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസമാണ് വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വന്ന കാശി ഉമ്മർത്തിരിക്കുകയായിരുന്ന അച്ഛനെയും അമ്മയുടെയും ആര്യയുടെയും മുന്നിലേക്ക് വന്നത്. അവൻ്റെ കയ്യിൽ കുറച്ച് പേപ്പറുകളും ഒരു ഫയലും ഉണ്ടായിരുന്നു. ആര്യ, നിന്റെ മുടങ്ങിപ്പോയ ഡിഗ്രി 3-ാം വർഷത്തെ കാര്യങ്ങൾ ഞാൻ ചെന്ന് അന്വേഷിച്ചിരുന്നു. നീ മുമ്പ് പഠിച്ച കോളേജിൽ നിന്നൊക്കെ മാറ്റി ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന അതേ കോളേജിൽ തന്നെ നിനക്ക് അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. നിന്റെ പഴയ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റുകളും വെച്ച് റീ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. നാളെ മുതൽ നീ കോളേജിലേക്ക് വരണം. റെഗുലറായിട്ട് തന്നെ ക്ലാസ്സിലിരുന്ന് പഠിച്ച് നിനക്ക് ഈ വർഷം എക്സാം എഴുതാം. കാശിയുടെ വാക്കുകൾ കേട്ടതും ശേഖരൻ്റെയും മാലതിയുടെയും മുഖത്ത് വലിയൊരു സന്തോഷം വിരിഞ്ഞു. അത് നല്ല കാര്യമായി കാശി. മോൾ വെറുതെ വീട്ടിലിരിക്കേണ്ടതില്ലല്ലോ. പഠിപ്പ് പൂർത്തിയാക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ശേഖരൻ അഭിമാനത്തോടെ മകനെ തന്നെ നോക്കി. മാലതി ആര്യയുടെ അരികിലേക്ക് വന്ന് അവളുടെ തോളിൽ തട്ടി. എനിക്ക് ഒത്തിരി സന്തോഷമായി മോളെ. കാശിയുടെ കൂടെ തന്നെ നിനക്ക് പോവുകയും ചെയ്യാം. അവൻ അവിടെ ഉള്ളത് നിനക്കൊരു ധൈര്യമല്ലേ? ആര്യ കാശിയെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ നന്ദിയും ഒപ്പം ചെറിയൊരു പരിഭ്രമവും ഉണ്ടായിരുന്നു. 2 മാസം മുമ്പ് തനിക്ക് തന്ന വാക്ക് അവൻ പാലിച്ചിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ അവൻ അവളെ സഹായിക്കുകയാണ്. അവൾ പതുക്കെ തലയാട്ടി സമ്മതം മൂളി. ആ രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. വീണ്ടും ഒരു കോളേജ് ജീവിതം, അതും തൻ്റെ ഭർത്താവ് അധ്യാപകനായിരിക്കുന്ന കോളേജിൽ. പിറ്റേന്ന് രാവിലെ സന്തോഷത്തോടെയാണ് മാലതി ആര്യയെ ഒരുക്കിയത്. നല്ലൊരു ചുരിദാറൊക്കെ ധരിച്ച് കണ്ണെഴുതി മുടി പിന്നിക്കെട്ടി ആര്യം ഒരുങ്ങിയിറങ്ങി. മാലതി അവളുടെ നെറ്റിയിൽ ചന്ദനവും തൊട്ടുകൊടുത്തു. കാശി, മോൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. കാറിൽ 2 പേരും ഒന്നിച്ചു പോയിക്കോ, സൂക്ഷിച്ചു പോകണം കേട്ടോ. മാലതി 2 പേരെയും കാറിനടുത്തേക്ക് യാത്രയാക്കുമ്പോൾ അവരെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. കാശി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആര്യം മുൻസീറ്റിൽ വന്നിരുന്നു. വീടിൻ്റെ പടിയിറങ്ങി കാർ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നത് വരെ വണ്ടിക്കുള്ളിൽ പൂർണ്ണ നിശബ്ദതയായിരുന്നു. കാശിയുടെ മുഖത്ത് ഗൗരവമായിരുന്നു. കോളേജിലേക്ക് എത്താറായപ്പോൾ ക്യാമ്പസിൻ്റെ വലിയ ഗേറ്റ് ദൂരെ ദൃശ്യമായ നിമിഷം കാശി പെട്ടെന്ന് റോഡരികിലേക്ക് വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി. വണ്ടി ഓഫ് ചെയ്യാതെ അവൻ സ്റ്റിയറിങ്ങിൽ കൈകൾ വെച്ചുകൊണ്ട് ആര്യക്ക് നേരെ തിരിഞ്ഞു. ആര്യ, കോളേജ് ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി പറയാനുണ്ട്. ആര്യ ഭയത്തോടെ അവനെ തന്നെ നോക്കി. ഇത് ഞാൻ പഠിപ്പിക്കുന്ന കോളേജാണ്. അവിടെ എനിക്ക് എൻ്റേതായ കരിയറും അന്തസ്സുമൊക്കെയുണ്ട്. നമ്മൾ തമ്മിലുള്ള വിവാഹം എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നടന്നതെന്നും 1 വർഷം കഴിഞ്ഞാൽ നമ്മൾ വേർപിരിയേണ്ടവരാണെന്നും നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് നീ കല്യാണം കഴിഞ്ഞതാണെന്നോ എൻ്റെ ഭാര്യയാണെന്നോ ഉള്ള ഒരു വിവരവും ആ കോളേജിൽ ആരും അറിയാൻ പാടില്ല. അവിടെ നീ വെറും ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ്. ഞാൻ നിൻ്റെ സാറും. നമ്മൾ തമ്മിൽ ക്യാമ്പസിൽ വെച്ച് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കരുത്. അവൻ അല്പം കൂടി മുന്നോട്ടാഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് നോക്കി പറഞ്ഞു. അതുകൊണ്ട് നിന്റെ കഴുത്തിലെ താലിമാല ഇപ്പോൾ തന്നെ ഒരു ബാഗിൽ വെക്കണം. നെറ്റിയിലെ സിന്ദൂരവും കളയണം. ഒരു വിവാഹിതയായ പെൺകുട്ടിയുടെ യാതൊരു ലക്ഷണവും അവിടെ നിന്റെ മേൽ ഉണ്ടാവരുത്. മനസ്സിലായോ? കാശിയുടെ വാക്കുകൾ ഓരോന്നും ആര്യയുടെ നെഞ്ചിലാണ് പതിച്ചത്. നിയമപരമായി താൻ അവൻ്റെ ഭാര്യയാണ്. സാഹചര്യങ്ങൾ എന്തൊക്കെയായാലും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പവിത്രമായ ഒന്നാണ് താലിയും സിന്ദൂരവും. ആരും കാണാതിരിക്കാൻ വേണ്ടി അഴിച്ചുമാറ്റാൻ പറയുന്നത് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ തൊണ്ടയിടറി നെഞ്ചൊന്നു പിടഞ്ഞു. അവൾക്ക് വല്ലാത്തൊരു സങ്കടം ഇരച്ചു കയറി. എന്നാൽ അവൾ ഒന്നും എതിർത്ത് പറഞ്ഞില്ല. താൻ അവൻ്റെ സ്ഥാനത്തിലാണ് ജീവിക്കുന്നത് എന്ന ചിന്ത അവളെ തളർത്തി. അവൾ പതുക്കെ തൻ്റെ വിറക്കുന്ന വിരലുകൾ കഴുത്തിലെ താലിമാലയിലേക്ക് കൊണ്ടുപോയി. മഞ്ഞ ചരടിൽ കോർത്ത സ്വർണ്ണത്താലി. പക്ഷെ അത് ഊരി മാറ്റാൻ അവളുടെ മനസ്സ് അനുവാദം നൽകിയില്ല. എത്രയൊക്കെ അഭിനയമാണെന്ന് പറഞ്ഞാലും അത് തൻ്റെ മാംഗല്യത്താലിയാണ്. അവൾ കാശിയെ നോക്കാതെ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ഞാനിത് ഊരി മാറ്റില്ല. പക്ഷെ ഞാൻ ഇത് പുറത്ത് കാണിക്കില്ല. ആരും കാണാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ചോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ താലിമാല സാവധാനം തൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിനുള്ളിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. അത് ഹൃദയത്തോട് ചേർന്ന് കിടന്നു. തുടർന്ന് അവൾ തൻ്റെ ഹാൻഡ് ബാഗിൽ നിന്നും ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ എടുത്തു. വിറക്കുന്ന കൈകളോടെ മിററിലേക്ക് നോക്കി. നെറ്റിയുടെ മധ്യത്തിൽ തിളങ്ങി നിന്ന ചുവന്ന സിന്ദൂരം അവൾ പതുക്കെ തുടച്ചു മാറ്റി. ആ ചുവപ്പ് മായ്ക്കുമ്പോൾ എന്തുകൊണ്ടോ അവളുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. വിധി തന്നോട് കളിക്കുന്ന ഈ ക്രൂര വിനോദത്തിൽ വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ തോന്നിയിട്ടാവാം അവളുടെ കണ്ണിൻ്റെ കോണുകളിൽ നിന്നും
രണ്ട് വലിയ കണ്ണീർത്തുള്ളികൾ പൊടിഞ്ഞ് കവിളിലൂടെ താഴേക്ക് പെയ്തിറങ്ങി. പക്ഷെ വണ്ടി തിരിച്ച് കോളേജ് ഗേറ്റിലേക്ക് എടുക്കുന്നതിൻ്റെ ധൃതിയിലായിരുന്ന കാശി ഒഴുകി തുടങ്ങിയ ആ കണ്ണുനീർ തുള്ളികളോ അവളുടെ ഉള്ളിലെ വിങ്ങലോ ഒട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ഗിയർ മാറ്റി വണ്ടി മുന്നോട്ടെടുത്തു. കാർ കോളേജ് ക്യാമ്പസിലേക്ക് പ്രവേശിക്കുമ്പോൾ നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ താലിയും മറച്ചു വെച്ച് ഒരു അപരിചിതയെ പോലെ ആര്യ വണ്ടിയിലിരുന്നു. അവരുടെ ജീവിതത്തിലെ തികച്ചും നാടകീയമായ മറ്റൊരു അധ്യായത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. കോളേജ് ഗേറ്റ് കടന്ന് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് നീങ്ങുമ്പോൾ ആര്യയുടെ ഹൃദയം ഇടിക്കുന്നുണ്ടായിരുന്നു. കാശി വണ്ടി നിർത്തി ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പതുക്കെ നടന്നു. നീ ആദ്യം ഇറങ്ങിക്കോ, ക്ലാസ് റൂം 3-ാം നിലയിലാണ്, ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ അല്പം കഴിഞ്ഞേ വരൂ. ആര്യ പതുക്കെ തലയാട്ടി കാറിൽ നിന്ന് ഇറങ്ങി. ചുറ്റും പുതിയ മുഖങ്ങൾ, ചിരികൾ, ബഹളങ്ങൾ. അവൾ വീണ്ടും ഒരു ക്യാമ്പസിലേക്ക് കാലുകുത്തുകയാണ്. അപകർഷതാബോധവും ഭയവും കാരണം അവൾ തല താഴ്ത്തി കോറിഡോറിലേക്ക് നടന്നു. 3-ാം നിലയിലെ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ എല്ലാവരും ആ പുതിയ കുട്ടിയെ തന്നെയാണ് നോക്കിയത്. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ഒരു ബെഞ്ചിൽ നിന്ന് ഒരു കൈ അവളെ ലക്ഷ്യമാക്കി ഉയർന്നു. ഏയ്, ഇവിടെ സീറ്റുണ്ട്, ഇങ്ങോട്ട് പോരൂ. വെളുത്തുരുണ്ട മുഖവും വലിയ കണ്ണുകളുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അത്. ആര്യ പതുക്കെ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു. ഞാൻ താര, നീ പുതിയ അഡ്മിഷൻ ആണല്ലേ? 2 മാസത്തെ ക്ലാസ് കഴിഞ്ഞാണ് വരുന്നത്. പക്ഷെ പേടിക്കണ്ട, നോട്ട്സൊക്കെ ഞാൻ തരാം കേട്ടോ. താര വളരെ സൗഹൃദത്തോടെ അവളുടെ കൈകളിൽ പിടിച്ചു. താരയുടെ ആ ഊഷ്മളമായ പെരുമാറ്റം ആര്യയുടെ ഉള്ളിലെ ഭാരമെല്ലാം ഒഴുക്കിക്കളഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ താര ആര്യയുടെ ഒരേ ഒരു സുഹൃത്തായി മാറി. അവളുടെ നിർത്താതെയുള്ള സംസാരവും നിഷ്കളങ്കമായ ചിരിയും ആര്യയെ പഴയ ആര്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചു തുടങ്ങി. പെട്ടെന്നാണ് ക്ലാസ്സിലേക്ക് ഒരു പ്രൊഫസർ കടന്നു വരുന്നത്. കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിന്നു. ആര്യ നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, കാശിയാണ്. കയ്യിൽ ടെക്സ്റ്റ് ബുക്കുകളുമായി അതീവ ഗൗരവത്തിൽ നിൽക്കുന്ന കാശിയെ കണ്ടപ്പോൾ അവൾക്കൊരു വിറയൽ പറഞ്ഞുപോയി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഓൾ, ഇരിക്കൂ. കാശിയുടെ ശബ്ദം ക്ലാസ്സിൽ മുഴങ്ങി. അവൻ സാവധാനം റോൾ നമ്പർ വിളിക്കാൻ തുടങ്ങി. ആര്യയുടെ പേരെത്തിയപ്പോൾ കാശി ഒന്ന് നിർത്തി. അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഭാവഭേദങ്ങളൊന്നുമില്ലായിരുന്നു. ആര്യ ദിനേശൻ, അവൻ വിളിച്ചു. അവൾ വളരെ പ്രയാസപ്പെട്ട് പ്രസന്റ് സാർ എന്ന് പറഞ്ഞു. അവൻ ഉടനെ തന്നെ അടുത്ത പേരിലേക്ക് കടന്നു. അവൻ ക്ലാസ് എടുക്കുമ്പോൾ ആര്യ തികച്ചും ഒരു അപരിചിതയെ പോലെ അവനെ നോക്കിയിരുന്നു. തൻ്റെ വീട്ടിൽ തൊട്ടടുത്ത മുറിയിൽ കഴിയുന്ന മനുഷ്യൻ, എന്നാൽ ക്യാമ്പസിൽ വെറും അപരിചിതൻ. ആര്യ, നമ്മുടെ കാശി സാർ ഭയങ്കര സ്മാർട്ടാട്ടോ, പക്ഷെ ആൾക്ക് ഒരിത്തിരി ജാടയാ. ആരോടധികം സംസാരിക്കില്ല, ചിരിക്കുകയുമില്ല, എന്നാൽ പഠിപ്പിക്കാൻ സൂപ്പറാ. താര അവളുടെ കാതിൽ പതിയെ മന്ത്രിച്ചു. ആര്യ ഒന്നും മിണ്ടാതെ നേരിയ രീതിയിൽ ഒന്നു ചിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. കോളേജിലെ പതിവ് ജീവിതവുമായി ആര്യ പൊരുത്തപ്പെട്ടു. താരയുമായുള്ള സൗഹൃദം അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. കോളേജുള്ള ദിവസങ്ങളിൽ രാത്രിയിലെ കാശിയുടെ ഒപ്പം കാറിൻ്റെ മുൻസീറ്റിൽ ഇരുന്ന് തന്നെയാണ് അവൾ വരുന്നതും പോകുന്നതും. എന്നാൽ കോളേജ് ഗേറ്റിന് 1 കിലോമീറ്റർ മുമ്പ് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അത് നാണക്കേട് കൊണ്ടല്ല, കാശിയുടെ കരിയറിന് താൻ കാരണം ഒരു കോട്ടവും തട്ടരുത് എന്ന് കരുതി മാത്രം. ക്ലാസ്സിൽ വെച്ച് കാശി അവളെ ഒരു പ്രത്യേക പരിഗണനയും നൽകിയില്ല. എന്നാൽ മറ്റാരും കാണാതെ അവളുടെ ഓരോ ചലനങ്ങളും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ താരയോടൊപ്പം ചിരിച്ചുല്ലസിച്ച് നടക്കുന്നത് കാണുമ്പോൾ കാശിയുടെ ഉള്ളിൽ ഒരു പുതിയ അനുഭൂതി നിറഞ്ഞു തുടങ്ങിയിരുന്നു. ആദ്യമായി കല്യാണപ്പന്തലിൽ കണ്ട ആ കണ്ണീർ പുരണ്ട മുഖമല്ല ഇപ്പോഴവൾക്ക്. ക്യാമ്പസിലെ വെളിച്ചത്തിൽ അവൾ കൂടുതലായി സുന്ദരിയായി തോന്നിപ്പിച്ചു. ക്ലാസ്സിൽ വെച്ച് അവൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആര്യ കൃത്യമായി മറുപടി പറയുന്നത് കേൾക്കുമ്പോൾ കാശിയുടെ ഉള്ളിൽ ഒരു അധ്യാപകൻ്റെ അഭിമാനത്തിനപ്പുറം എന്തോ ഒന്ന് മുളപൊട്ടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം നല്ല മഴയായിരുന്നു. കോളേജ് വിട്ട് കുട്ടികളെല്ലാം ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ആര്യയും താരയും വരാന്തയിൽ നിൽക്കുകയാണ്. എൻ്റെ വീട് അടുത്തായോണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം ആര്യെ. നീ എങ്ങനെ പോവും? താര ചോദിച്ചു. സാരമില്ല താരെ, ഞാൻ ബസ്സിന് പോയിക്കോളാം. കാശി പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത് കാത്തു നിൽക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും ആര്യ ഒരു നുണ പറഞ്ഞു. താര പോയതിനു ശേഷം ആര്യ പതുക്കെ കോറിഡോറിലേക്ക് നടന്നു. മഴ കനക്കുകയാണ്. പെട്ടെന്ന് ഒരു ക്ലാസ് റൂമിൻ്റെ ജനലിലൂടെ നോക്കിയപ്പോൾ അവൾ കണ്ടത് കാശി മറ്റൊരു ലെക്ചറായ അഞ്ജലി മാഡത്തോട് സംസാരിച്ച് നിൽക്കുന്നതാണ്. അഞ്ജലി മാഡം എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. കാശിയുടെ മുഖത്തും നേരിയൊരു പുഞ്ചിരിയുണ്ട്. അത് കണ്ടപ്പോൾ ആര്യയുടെ നെഞ്ചിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു. തന്നോട് ഒരിക്കൽ പോലും ഈ മാസത്തിനിടയിൽ നേരെ ചൊവ്വ ചിരിക്കാത്ത മനുഷ്യനാണ്. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. തൻ്റെ വിരലുകൾ അറിയാതെ ചുരിദാറിനുള്ളിൽ താലിമാലയിൽ മുറുകി. ഞാൻ എന്തിനെ ഇതൊക്കെ ഓർത്ത് വിഷമിപ്പിക്കുന്നത്? 1 വർഷത്തെ കരാർ മാത്രമല്ലേ ഉള്ളൂ. അവൾ സ്വയം മന്ത്രിച്ചുകൊണ്ട് മഴയത്തേക്ക് ഇറങ്ങി നടന്നു. ഗേറ്റിന് പുറത്തെത്തി അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ഒരു കറുത്ത കാർ അവളുടെ അരികിലേക്ക് വന്ന് ബ്രേക്കിട്ടു.
ഗ്ലാസ് താഴ്ന്നു. അകത്ത് കാശിയാണ്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. കയറൂ വണ്ടിയിൽ, അവൻ പറഞ്ഞു. ചുറ്റും വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ട് ആര്യ മടിച്ചു നിന്നു. സാർ, ആരെങ്കിലും കണ്ടാൽ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, കയറാൻ. അവൻ്റെ സ്വരം കടുത്തു. ആര്യ വേഗം മുൻസീറ്റിലേക്ക് കയറിയിരുന്നു. വണ്ടി മുന്നോട്ടെടുത്തു. കാശിയുടെ ദേഷ്യം അടങ്ങുന്നില്ലായിരുന്നു. നിനക്ക് വട്ടാണോ ആര്യ? ഈ കനത്ത മഴയത്താണോ നീ നടന്നു വരുന്നത്? ഞാൻ പാർക്കിങ്ങിൽ കാത്തു നിൽക്കുമെന്ന് നിനക്കറിയില്ലേ? അസുഖമെന്ന് കിടപ്പിലായ വീട്ടിൽ അമ്മയെ വിഷമിക്കുമെന്ന് നിനക്ക് ചിന്തയില്ലേ? കാശി സ്റ്റിയറിംഗിൽ അടിച്ചുകൊണ്ട് ചോദിച്ചു. ആര്യ വശത്തേക്ക് മുഖം തിരിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ ബാധ്യതയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കാരണം നിങ്ങളുടെ അന്തസ്സ് പോകണ്ട എന്ന് കരുതിയാണ് ഞാൻ മാറി നടന്നത്. അവിടെ നിങ്ങൾ അഞ്ജലി മേഡത്തോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് വാക്കുകൾ നിർത്തി. കാശി വണ്ടി പെട്ടെന്ന് റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. അവൻ അവളെ തന്നെ നോക്കി. നീ എന്ത് പറഞ്ഞു വരുന്നത്? അഞ്ജലി മേഡത്തോട് സംസാരിച്ചതുകൊണ്ടാണോ നീ മഴയത്ത് ഇറങ്ങിപ്പോകുന്നത്? കാശിയുടെ ചോദ്യത്തിന് മുന്നിൽ ആര്യ തല താഴ്ത്തിയിരുന്നു. അവളുടെ കണ്ണീർ തുള്ളികൾ മടിയിലേക്ക് വീണു. ആര്യയുടെ ഭാവം കണ്ടപ്പോൾ കാശിയുടെ ഉള്ളിൽ ദേഷ്യം ഒടുങ്ങി. പകരം വല്ലാത്തൊരു ആർദ്രത അവന് തോന്നി. സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാശിയുടെ മനസ്സ് അവളിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. രാത്രികളിൽ നിലത്ത് കിടക്കുമ്പോൾ കട്ടിലിൽ ഉറങ്ങുന്ന അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് അവൻ അറിയാതെ നോക്കിയിരുന്നു പോവാറുണ്ട്. അടുക്കളയിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് ചിരിക്കുന്ന ആര്യയെ കാണുമ്പോൾ അവൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കാറുണ്ട്. അവളോട് സംസാരിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും താൻ തന്നെ വെച്ച ഒരു വർഷത്തെ ഉടമ്പടി എന്ന മതിൽ അവനെ പിന്നോട്ട് വലിക്കുകയായിരുന്നു. അവൾ എന്നെ വെറുക്കുന്നുണ്ടാവും, അവളുടെ ജീവിതം നശിപ്പിച്ചവനാണ് ഞാൻ എന്ന ചിന്തയിലായിരുന്നു കാശി ഉള്ളാലെ വിചാരിച്ചു. തനിക്ക് തോന്നുന്ന ഈ ചെറിയ ഇഷ്ടം അവളോട് പറഞ്ഞാൽ അത് അവളെ കൂടുതൽ ഭയപ്പെടുത്തുമെന്നും താൻ അവളുടെ മേൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾ കരുതുമെന്നും അവൻ ഭയന്നു. അതുകൊണ്ട് ആ ഇഷ്ടം ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെക്കാൻ അവൻ തീരുമാനിച്ചു. ഇനി ഇങ്ങനെ ചെയ്യരുത്. മഴ പെയ്യുമ്പോൾ വണ്ടിയിൽ വന്നിരുന്നോണം. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എനിക്കതൊരു പ്രശ്നമില്ല. കാശി സ്വരം ഒന്ന് മൃദുവാക്കി അവളോട് പറഞ്ഞു. അവർ വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു. വണ്ടിക്കുള്ളിലെ നിശബ്ദതയ്ക്ക് ഇപ്പോൾ പഴയ കടുപ്പമില്ലായിരുന്നു. കാശി ഇടങ്ങണ്ണാലെ ആര്യയെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിലും അവളുടെ മുഖത്ത് ഇപ്പോൾ സങ്കടമല്ല, ഒരു നേർത്ത പ്രകാശം ഉണ്ടായിരുന്നു. തങ്ങളുടെ ഉള്ളിൽ മുട്ടിട്ട ചെറിയ പ്രണയം പരസ്പരം തുറന്നു പറയാനാവാതെ ഒരു വർഷത്തെ കോൺട്രാക്റ്റിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് ആര്യയും കാശിയും വീണ്ടും ആ യാത്ര തുടർന്നു. മഴ കനത്തു പെയ്ത വൈകുന്നേരത്തിന് ശേഷം കാശിയുടെയും ആര്യയുടെയും ഇടയിലുണ്ടായിരുന്ന ആ അദൃശ്യ മതിലിന് ചെറിയ വിള്ളലുകൾ വീണു തുടങ്ങിയിരുന്നു. എങ്കിലും തങ്ങൾ തന്നെ എഴുതി വെച്ച ഒരു വർഷത്തെ ഉടമ്പടി എന്ന നിയമം രണ്ടുപേരെയും പരസ്പരം തുറന്നു പറയുന്നതിൽ നിന്ന് വിലക്കി നിർത്തി. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി. ക്യാമ്പസിലെ പുതിയ അന്തരീക്ഷവുമായി ആര്യ കൂടുതൽ പൊരുത്തപ്പെട്ടു. അതിന് അവളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് താരയായിരുന്നു. എപ്പോഴും കൂടെ ചിരിച്ചു നടക്കാൻ താരയുള്ളത് ആര്യയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ആര്യയുടെയും താരയുടെയും ജീവിതത്തിലേക്ക് ഒരു പുതിയ കഥാപാത്രം കടന്നു വരുന്നത്. അർജുൻ അവരുടെ തൊട്ടടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിരുന്നു. ആരെയും ആകർഷിക്കുന്ന രൂപവും ക്യാമ്പസിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട സ്വഭാവമുള്ള ഒരു പയ്യൻ. കോളേജ് യൂണിയൻ കാര്യത്തിലും ആർട്ട് ഫെസ്റ്റിലുമൊക്കെ അവൻ സജീവമായിരുന്നു. പെട്ടെന്നാണ് അർജുന് താരയോടൊരു ഇഷ്ടം വരുന്നത്. താരയുടെ നിഷ്കളങ്കമായ സംസാരവും എപ്പോഴും പ്രസന്നമായ മുഖവും അവനെ വല്ലാതെ ആകർഷിച്ചു. എന്നാൽ താരയോട് നേരിട്ട് ചെന്ന് സംസാരിക്കാൻ അവൻ അല്പം മടിച്ചു. എപ്പോഴും താരയുടെ നിഴലായി കൂടെയുള്ളത് ആര്യയാണെന്ന് അർജുൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ താരയോടടുക്കാൻ അർജുൻ ആദ്യം തിരഞ്ഞെടുത്തത് ആര്യയെ തന്നെയായിരുന്നു. ആര്യ, ഒന്ന് നിന്നടോ. ഒരു ദിവസം ഉച്ചയ്ക്ക് ലൈബ്രറിക്ക് മുന്നിൽ വെച്ച് അർജുൻ ആര്യയെ വിളിച്ചു നിർത്തി. എന്താ അർജുൻ ചേട്ടാ? ആര്യ അതിശയത്തോടെ ചോദിച്ചു. അത് എനിക്ക് നിന്നോടല്ല, നിൻ്റെ കൂടെയുള്ള താരയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതൊന്ന് നേരിട്ട് പറയാൻ ഒരു മടി. നീ വിചാരിച്ചാൽ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റും. അവൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാമോ? അർജുൻ പ്രതീക്ഷയോടെ ആര്യയോട് ചോദിച്ചു. അത് കേട്ടതും ആര്യയുടെ മുഖത്ത് ഒരു കുസൃതി ചിരി വിരിഞ്ഞു. താരക്ക് അർജുൻ ചേട്ടനോട് പണ്ടേ ചെറിയൊരു ആരാധനയുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നല്ലോ. ഓഹോ, അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണല്ലേ. ഞാൻ നോക്കട്ടെ ചേട്ടാ, ആര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം ക്യാമ്പസിൽ വെച്ച് അർജുനും ആര്യയും പലപ്പോഴും സംസാരിക്കാൻ തുടങ്ങി. അർജുൻ താരക്ക് കൊടുക്കാൻ ഏൽപ്പിക്കുന്ന ചെറിയ സമ്മാനങ്ങളും കത്തുകളും കൈമാറുന്നത് ആര്യയായിരുന്നു. ചിലപ്പോൾ കോറിഡോറിൻ്റെ കോണിൽ നിന്നും മറ്റു ചിലപ്പോൾ ക്യാമ്പസിലെ മരച്ചുവട്ടിൽ നിന്നും അവർ രഹസ്യമായി സംസാരിച്ചു. താരയെ എങ്ങനെ പ്രപ്പോസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകളായിരുന്നു അവർ. എന്നാൽ ഇതേ സമയം ക്യാമ്പസിൻ്റെ മറ്റൊരു കോണിൽ നിന്ന് ഈ കാഴ്ചകളെല്ലാം കത്തുന്ന കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന മറ്റൊരാളുണ്ടായിരുന്നു.
സ്റ്റാഫ് റൂമിൻ്റെ ജനലിലൂടെയും കോറിഡോറിലൂടെയും നടക്കുമ്പോഴൊക്കെയും കാശി കാണുന്നത് അർജുൻ്റെ കൂടെ നിൽക്കുന്ന ആര്യയെയാണ്. അവനോട് സംസാരിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന കള്ളച്ചിരിയും അവൻ കൊടുക്കുന്ന ചെറിയ പാക്കറ്റുകൾ അവൾ വാങ്ങി ബാഗിൽ വെക്കുന്നതുമെല്ലാം കാശിയുടെ ഉള്ളിൽ വലിയൊരു തീ കോരിയിട്ടു. തന്നോട് ഒരിക്കൽ പോലും നേരെ ചൊവ്വേ സംസാരിക്കാത്തവൾ, തൻ്റെ മുന്നിൽ എപ്പോഴും തലകുനിച്ച് മാത്രം നിൽക്കുന്നവൾ, ഇപ്പോൾ മറ്റൊരുവൻ്റെ മുന്നിൽ ഇത്രയധികം സന്തോഷത്തോടെ നിൽക്കുന്നു. കാശിക്ക് തൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടരുന്നത് പോലെ തോന്നി. അത് വെറും ഒരു ദേഷ്യമായിരുന്നില്ല, മറിച്ച് തൻ്റെ മാത്രം സ്വന്തമെന്ന് കരുതിയ ഒന്നിനെ മറ്റാരും കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ള കടുത്ത അസൂയയും പൊസസീവ്നെസ്സുമായിരുന്നു. അവളുടെ കഴുത്തിൽ വീണ താലി തൻ്റെ കൈകളാൽ കെട്ടിയതാണെന്ന സത്യം അവൻ്റെ ചോരയെ തിളപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് കുട്ടികൾ ഒഴിഞ്ഞു തുടങ്ങിയ സമയം ആര്യ ലൈബ്രറിയിൽ നിന്ന് നോട്ടുകൾ വാങ്ങി കോറിഡോറിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ കോറിഡോറിൻ്റെ അറ്റത്തുള്ള ആളൊഴിഞ്ഞ ക്ലാസ് റൂമിൽ നിന്നും ഒരു കൈ നീണ്ട് അവളെ ഉള്ളിലേക്ക് വിളിച്ചത്. ആര്യ സത്യത്തിൽ ഞെട്ടിപ്പോയി. അവൾ ഒച്ച വെക്കാൻ തുനിഞ്ഞതും കനത്തൊരു കൈ അവളുടെ വായ മൂടിയിരുന്നു. പിൻവാതിൽ അടയുന്ന ശബ്ദം കേട്ടു. ഭയത്തോടെ കണ്ണുകൾ തുറന്ന ആര്യ കണ്ടത് തനിക്ക് തൊട്ടു മുന്നിൽ നിൽക്കുന്ന കാശിയാണ്. അവൻ്റെ ശ്വാസം വേഗത്തിലായിരുന്നു. കണ്ണുകൾ ദേഷ്യം കൊണ്ട് വികാരങ്ങൾ കൊണ്ടും ചുവന്നിരുന്നു. അവൻ പതിയെ വായയിൽ നിന്നും കൈയെടുത്തു. സാറേ, എന്ത് കാണിക്കുന്നത്? ആരെങ്കിലും കണ്ടാൽ? ആര്യ ഭയത്തോടെയും പരിഭ്രമത്തോടെയും ചുറ്റും നോക്കി. ആര് കാണാൻ? എല്ലാവരും പോയി. കാശിയുടെ സ്വരം കടുത്തു. അവൻ അവളെ ക്ലാസ് റൂമിൻ്റെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി. അവൻ്റെ രണ്ട് കൈകളും അവളുടെ ഇരുവശത്തുമായി ചുവരിലൂന്നി. അവളെ തൻ്റെ ശരീരത്തിനുള്ളിൽ എന്ന വണ്ണം തളച്ചിട്ടു അവൻ. അത്രയും അടുത്തായി കാശിയെ കണ്ടപ്പോൾ ആര്യയുടെ ഹൃദയം പടപട എന്ന് ഇടിക്കാൻ തുടങ്ങി. അവൻ്റെ വസ്ത്രത്തിൽ നിന്നും വരുന്ന ആ പെർഫ്യൂമിൻ്റെ മണം അവളെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. എന്താ ആര്യ നിൻ്റെ വിചാരം? ഞാൻ പറഞ്ഞതൊന്നും നിൻ്റെ തലയിൽ കയറിയില്ലേ? കാശി അവളുടെ മുഖത്തേക്ക് അല്പം കൂടി അടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു? അവൾ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. നീ എന്ത് ചെയ്തു എന്നോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ അർജുൻ്റെ കൂടെ നടന്നത് നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അവനോട് സംസാരിക്കുമ്പോൾ നിനക്ക് ഒത്തിരി ചിരിയുണ്ടല്ലോ. അവൻ തരുന്ന സമ്മാനങ്ങൾ വാങ്ങി ബാഗിൽ വെക്കാൻ നിനക്ക് ഒട്ടും മടി തോന്നുന്നില്ലേ? കാശിയുടെ ചോദ്യങ്ങൾ കടുത്ത അസൂയ നിഴലിച്ചു വന്നു. അത് കേട്ടതും ആര്യക്ക് കാര്യം മനസ്സിലായി. കാശി തങ്ങളെ തെറ്റിദ്ധരിച്ചുകയാണ്. എന്നാൽ അവൻ്റെ ഈ ഭാവം അവളിൽ ഒരു പുതിയ അനുഭൂതിയാണ് ഉണ്ടാക്കിയത്. തൻ്റെ കാര്യത്തിൽ അവൻ ഇത്രയധികം അസ്വസ്ഥനാകുന്നു എന്നത് അവളുടെ ഉള്ളിൽ ഒരു നേരത്തെ സന്തോഷം നിറച്ചു. അതിന് അർജുൻ ചേട്ടൻ എൻ്റെ ആര്യ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് കാശി അവളുടെ വാക്കുകൾ തടഞ്ഞു. അവൻ നിൻ്റെ ആരായാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഒന്ന് ഓർത്തു വെച്ചോ, നീ എൻ്റെ വീട്ടിലാണ് ജീവിക്കുന്നത്. 1 വർഷത്തെ കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും നിയമപരമായി നീ ഇപ്പോഴും എൻ്റെ ഭാര്യയാണ്. നിൻ്റെ കഴുത്തിലെ താലിയിൽ എൻ്റെ പേരുണ്ട്. കാശി കടുത്ത അധികാരത്തോടെ പറഞ്ഞു. അവൾക്ക് നേരെ വീട്ടിൽ ചൂണ്ടിക്കൊണ്ട് അവൻ തുടർന്നു. ക്യാമ്പസിൽ എൻ്റെ അന്തസ്സ് കളയാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇനി അവരുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടാൽ. കാശിയുടെ ദേഷ്യവും നെഞ്ചിലെ വിറയലും കണ്ടപ്പോൾ ആര്യയ്ക്ക് ഇനി സത്യം ഒളിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവൾ പതുക്കെ ചിരി അടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സാറേ, ഒന്ന് നിർത്താമോ? കാര്യങ്ങൾ അറിയാതെ ദേഷ്യപ്പെടരുത്. എനിക്കെല്ലാം അറിയാം. കാശി വാശി പിടിച്ചു. നിങ്ങൾക്കൊന്നും അറിയില്ല. ആര്യ തൻ്റെ ഇടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അർജുൻ ചേട്ടൻ എന്നെ പ്രണയിക്കുകയല്ല. ചേട്ടന് നമ്മുടെ താരയാണ് ഇഷ്ടം. അവളോടത് തുറന്നു പറയാൻ മടിയായതുകൊണ്ട് എന്നെ ഒരു മീഡിയേറ്റർ ആക്കിയതാ. ചേട്ടൻ എനിക്ക് തന്നത് താരയ്ക്ക് കൊടുക്കാനുള്ള കത്തുകളും ചോക്ലേറ്റുമാണ്. അല്ലാതെ അതൊന്നും എനിക്കുള്ളതല്ല. ആര്യയുടെ വാക്കുകൾ കേട്ടതും കാശി ഒറ്റ നിമിഷം കൊണ്ട് സ്തബ്ധനായിപ്പോയി. അവൻ്റെ കൈകൾ ചുവരുകളിൽ നിന്ന് സാവധാനം അയഞ്ഞു. താരയോ? അവൻ വിശ്വസിക്കാൻ കഴിയാതെ ചോദിച്ചു. അതെ, താരയാ. അവർ രണ്ടുപേരും തമ്മിലാണ് പ്രണയം. അതിന് വഴി വെട്ടിയത് ഞാനാണ്. സാറ് വെറുതെ എന്നെ സംശയിച്ചു. ആര്യ ചുണ്ടുകൾ പിണക്കത്തോടെ മലർത്തിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് കാശിയുടെ മുഖത്ത് ആ ദേഷ്യമെല്ലാം മാറി വല്ലാത്തൊരു നാണക്കേടും പരിങ്ങലും പടർന്നു. അവൻ സാവധാനം അവളിൽ നിന്നും അല്പം പിന്നോട്ട് മാറി നിന്നു. തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എടുത്തുചാട്ടം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അത് ഞാൻ വിചാരിച്ചു. കാശി വാക്കുകൾ കിട്ടാതെ പരിങ്ങി. എന്നാൽ ആര്യ അവിടെ നിന്നും മാറാൻ ഭാവമില്ലായിരുന്നു. അവൾ സാവധാനം കാശിയുടെ അടുത്തേക്ക് ഒരു ചുവട് മുന്നോട്ട് വെച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമായിരുന്നില്ല, പകരം ഒരു പുതിയ വെളിച്ചമായിരുന്നു. അപ്പോൾ സാറിന് ഇത്രയും പോസസീവ്നെസ് വരാൻ കാരണം വെറും ഒരു കോൺട്രാക്ട് മാത്രമാണോ? അത് മറ്റെന്തെങ്കിലും ഉണ്ടോ? ആര്യ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആ ചോദ്യം കാശിയുടെ ഉള്ളിലെ അവസാനത്തെ പ്രതിരോധത്തെയും തകർത്ത് കളഞ്ഞിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പ്രണയം ആ അസൂയയുടെ പുറത്ത് വന്നതോടെ ഇനി മൂടി വെക്കാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. കാശി പെട്ടെന്ന് അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ നീക്കത്തിൽ ആര്യ അവൻ്റെ നെഞ്ചിലേക്ക് വന്ന് വീണു. കാശി അവളുടെ നടുവിലൂടെ
കൈകൾ ചുറ്റി അവളെ തന്നോട് ഒന്നുകൂടെ ചേർത്ത് നിർത്തി. അതെടി, എനിക്ക് പൊസസീവ്നെസ് തന്നെയാണ്. കാശിയുടെ സ്വരം ഇപ്പോൾ കടുത്തതായിരുന്നില്ല, അതിൽ പ്രണയത്തിൻ്റെ ആർദ്രത നിറഞ്ഞിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കോൺട്രാക്റ്റും മണ്ണാങ്കട്ടയും ഒന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. നീ മാത്രമാണുള്ളത്, നീ മാത്രം. കാശിയുടെ അപ്രതീക്ഷിതമായ വാക്കുകൾ കേട്ട് ആര്യയുടെ ശ്വാസം നിലച്ചുപോയി. അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. സാർ, ഇനി എന്നെ സാർ എന്ന് വിളിക്കരുത്, കാശി പ്രണയത്തോടെ കൽപ്പിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അവൾക്ക് തുടച്ചു മാറ്റിയ ആ സിന്ദൂര രേഖയ്ക്ക് മുകളിലായി പതിഞ്ഞു. ഒരു ദീർഘമായ ചുംബനം. ആ സ്പർശനത്തിൽ ആര്യയുടെ കണ്ണുകൾ തനിയെ അടഞ്ഞുപോയി. അവളുടെ കൈകൾ അറിയാതെ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. കാശി അവളുടെ ചുരിദാറിൻ്റെ ഉള്ളിലൂടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന താലിമാല സാവധാനം പുറത്തേക്കെടുത്തു. അത് അവളുടെ നീണ്ട കഴുത്തിൽ പ്രകാശിച്ചു നിന്നു. ഇതിനി ഒരിക്കലും ഒളിച്ചു വെക്കേണ്ടി വരില്ല. ഈ ഒരു വർഷം കഴിയുമ്പോൾ നീ എങ്ങോട്ടും പോവുകയുമില്ല. എൻ്റെ കൂടെ ഈ നെഞ്ചിൽ തന്നെ ഇങ്ങനെ ചേർന്ന് നീ കാണും. കാശി അവളുടെ കാതോരം വന്ന് മന്ത്രിച്ചു. അവൻ അവളുടെ കവിളുകളിൽ തൻ്റെ വിരലുകൾ കൊണ്ട് തലോടി. ആര്യയുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ പൊടിഞ്ഞു. പക്ഷെ ഇത്തവണ അത് സങ്കടത്തിൻ്റേതായിരുന്നില്ല, മറിച്ച് ഏറെ ആഗ്രഹിച്ച ആ പ്രണയത്തിൻ്റെ സാഫല്യത്തിൻ്റേതായിരുന്നു. അവൾ തൻ്റെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. ആ വിജനമായ ക്ലാസ് റൂമിൽ പെയ്തു തീരാത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഒരു വർഷത്തെ വിവാഹ ഉടമ്പടിയുടെ അതിർവരമ്പുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് കാശിയും ആര്യയും പുതിയൊരു ജീവിതത്തിലേക്ക് ഒന്നിച്ചു ചുവടുവെക്കുകയായിരുന്നു. ഇനി ഒരിക്കലും വേർപിരിയാത്ത വണ്ണം പ്രണയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക്. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.